എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് പഴഞ്ചൊല്ലുകളുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. തുടങ്ങാം. ഏതപ്പ കോതമംഗലം. നമ്മൾ സാധാരണ കേൾക്കുന്നതാണല്ലേ അത്. അജ്ഞാനികളുടെ അറിവില്ലായ്മ പ്രകടമാക്കുന്ന ചൊല്ലാണിത്. ഏതപ്പ കോതമംഗലം. അടുത്തത്, അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണണോ. ഇതും നമ്മൾ കേൾക്കാറുള്ളതാണ്. കാര്യം സാധിച്ചാൽ പോരെ മാർഗം അറിയേണ്ടതുണ്ടോ എന്നാണ് ഈ ചൊല്ലിൻ്റെ സാരാംശം. അടുത്തത്, മുക്കിച്ചുമന്നാൽ നക്കിത്തിന്നാം. മുക്കിച്ചുമന്നാൽ നക്കിത്തിന്നാം. അധ്വാനിച്ചാൽ സമൃദ്ധി ഉണ്ടാകും എന്നാണ് ഇതിൻ്റെ അർത്ഥം. 4, കൈ നനയാതെ മീൻ പിടിക്കാമോ. ഇതും നമ്മൾ കേൾക്കുന്നതാണ്. ബുദ്ധിമുട്ട് സഹിക്കാതെ നേട്ടമുണ്ടാവുമോ. ബുദ്ധിമുട്ട് സഹിക്കാതെ നേട്ടമുണ്ടാകുമോ. അടുത്തത്, കയ്യിൽ തഴമ്പുള്ളവൻ കട്ടു തിന്നുമോ. കയ്യിൽ തഴമ്പുള്ളവൻ കട്ടു തിന്നുമോ. പ്രയത്നശാലികൾ കളവുകൊണ്ട് കാലക്ഷേപം നടത്തില്ലെന്ന് ചൊല്ല്. അതായത് പ്രയത്നശാലികൾ ഒരിക്കലും കളവ് തൻ്റെ ജീവിതമാർഗമായി കൊണ്ട് നടക്കില്ല എന്നാണ് പറയുന്നത്. അടുത്തത്, നഗ്നലോകത്തെന്തിന് വെളുത്തേടൻ. വസ്ത്രമില്ലാത്തവരുടെ ലോകത്ത് വസ്ത്രമലക്കുന്ന വെളുത്തേടൻ എന്ത് സ്ഥാനം. വെളുത്തേടൻ എന്ന് പറയുന്നത് വസ്ത്രമലക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് വെളുത്തേടൻ. അതായത് വസ്തുവില്ലാത്തടത്ത് പ്രയോഗ സാമഗ്രികളും ആളുകളും എന്തിന് എന്നാണ് അതിൻ്റെ സാരാംശം. അടുത്തത്, നട്ടുവൻ്റെ മകനെ നാട്യം പഠിപ്പിക്കണോ. നട്ടുവൻ്റെ മകനെ നാട്യം പഠിപ്പിക്കണോ. അതായത് ജന്മസിദ്ധമായിട്ടുള്ളതിന് അഭ്യാസം ആവശ്യമുണ്ടോ. അതായത് നാട്യക്കാരൻ്റെ മകൻ, നൃത്തം ചെയ്യുന്ന ആളുടെ മകനെ പ്രത്യേകിച്ച് നമ്മൾ നൃത്തം പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പഴഞ്ചൊല്ലുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത പഴഞ്ചൊൽ കഥകളും ആയി അടുത്ത ദിവസം ഞാൻ എത്തുന്നതാണ്.